എനിക്ക് ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിട്ട് മൊത്തത്തിൽ കഷ്ടകാലമായിരുന്നു. ലൈക്ക് എനിക്ക് കുറച്ച് ദിവസമായിട്ട് ചെവിയിൽ കുറച്ച് വേദന ഉണ്ടായിരുന്നു. അടഞ്ഞിരിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ലൈക്ക് ഞാൻ വിചാരിച്ചു അഴുക്കുകൊണ്ട് അടഞ്ഞതായിരിക്കും എന്നും പറഞ്ഞ് ഞാൻ കാക്കോടത്തിന് അടുത്തായിട്ടുണ്ടായിരുന്നൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു. റീസൺ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആക്ച്വലി അഴുക്കല്ല, ഒരു ഇൻഫെക്ഷൻ ആയിരുന്നു. അത് എനിക്ക് കാണിച്ചു തരികയും ചെയ്തു. അത് ഒരുമാതിരി ഒരു വെളുത്ത് ഒരുമാതിരി എന്തോ എന്തിൻ്റെയൊക്കെ മുട്ട കണക്കാണ് ഇരുന്നത്. പിന്നെ അത് ഇന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞ്. ഓപ്പറേഷൻ എന്ന് വെച്ചാൽ മേജർ സർജറി ഒന്നും അല്ല, ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു സർജറി ആയിരുന്നു. ENT ഹോസ്പിറ്റലാണ് ഞാൻ പോയത്. ഏത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നില്ല, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. എനിക്ക് ആകെ മൊത്തത്തിലായത് 100 രൂപ രജിസ്ട്രേഷൻ ഫീസ്, 300 രൂപ കൺസൾട്ടേഷൻ ഫീസ്, 350 രൂപ സർജറി ഫീസ്. അങ്ങനെ എല്ലാം കൂടെ 750 പ്ലസ് നമുക്ക് നമുക്ക് പിന്നെ എക്സ്ട്രാ ഒരു 90 രൂപ മരുന്നിനും കൂടെ ആയിട്ടുണ്ട്, ഇയർ ഡ്രോപ്പിന്. അങ്ങനെ എല്ലാം കൂടെ 100 അല്ലല്ല 650 750 പിടിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് 300 650 750 840 രൂപ നമുക്ക് ഇൻ ടോട്ടലായി. ഇത് ഇൻഫെക്ഷൻ എടുത്ത് കളയുന്നതിന് ട്രീറ്റ്മെൻറ്റിന് എല്ലാം കൂടെ 800 സംതിങ് രൂപയായി. അത് ഇന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. ഞാൻ ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്, ബട്ട് അറിഞ്ഞില്ല ഇൻഫെക്ഷൻ ആണെന്ന്. ബർത്ത്ഡേ ആയിട്ട് അത്ര നല്ല ദിവസമല്ലായിരുന്നു. പറഞ്ഞ കാര്യമില്ല, ഇങ്ങനെയൊക്കെയാണ്. കഷ്ടകാലമുണ്ട് ഇപ്പോൾ. ഇന്നലെ കുഴപ്പമില്ലായിരുന്നു. ഞാൻ രാത്രി എണീറ്റപ്പം ബർത്ത്ഡേ ആയിട്ട് ഞാൻ നല്ലൊരു ദിവസമായിരിക്കും. രാവിലെ കുഴപ്പമില്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് മോശമാവാൻ തുടങ്ങി. സോ എനിക്ക് അങ്ങനെ ടോട്ടൽ 26 വയസ്സായി. ഓഗസ്റ്റ് 30 എൻ്റെ ബർത്ത്ഡേ. ഞാൻ ജനിച്ച വർഷം എന്ന് പറയുമ്പോൾ 1999. ഇന്നേക്ക് എനിക്ക് 26 വയസ്സ് തികയാണ്. ലൈഫിലൊന്നും ആയിട്ടില്ല. ഞാൻ ഓർക്കുമ്പോൾ ഒരുമാതിരി പൈസയില്ല, കൂടെ നിൽക്കാൻ ആരുമില്ല. സോ അങ്ങനെ കുറച്ച് വിഷമത്തിലാണ്. ഭാഗ്യത്തിൽ സ്റ്റോളായില്ല കേട്ടോ. സെക്കൻഡ് ഗിയറിലായിരുന്നു കിടന്നത്. ഇതിനെ ഫ്രണ്ടിലിട്ട് ഇടാം. ഹൈബീം അടിച്ചോണ്ട് പോകും. സോ അപ്പം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞാൽ മറന്നത്. സോ എന്താണെന്ന് വെച്ചാൽ ഇയർ ഇൻഫെക്ഷൻ്റെ ഇത് നമ്മൾ സർജറി ചെയ്ത് കളഞ്ഞു. അവസാനം ഡ്രോപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഇയർ ഡ്രോപ്പ്. പിന്നെ ചെവിയുടെ ലെഫ്റ്റ് ഇയറിലാണ് ഈ സർജറി നടന്നത്. സോ ലെഫ്റ്റ് ഇയറിൽ എൻ്റെ എന്തോ ഒരു പഞ്ഞി കുത്തിത്തിരി കയറ്റി വെച്ചിട്ടുണ്ട്. അത് നാളെ ആകുമ്പോൾ അതെടുത്ത് കളയണം. പഞ്ഞിയാണോ എന്താണെന്ന് അറിയത്തില്ല, എന്തോ ഒരു സാധനം കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അത് നാളെ 26 മണിക്കൂർ നാളെ ഓപ്പറേഷൻ ചെയ്ത് അതേ സമയമാകുമ്പോൾ എടുത്ത് കളഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അത് വെള്ളമൊന്നും തട്ടാൻ പാടില്ല, ഈർപ്പടിക്കാൻ പാടില്ല, വിയർക്കാൻ പാടില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് ടഫാണ്. ഇത് ഇൻഫെക്ഷൻ അത് എനിക്ക് ആ സ്ക്രീനിൽ കാണിച്ചു തന്നായിരുന്നു. ആദ്യം ആ ഇൻഫെക്ഷൻ എടുത്ത് കളഞ്ഞതും കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ വിചാരിച്ചില്ല ഇൻഫെക്ഷനാണെന്ന്. ആദ്യം ഒരു വെള്ള ബ്ലൂ കണക്ക് ലിക്വിഡ് ഉണ്ടായിരുന്നു. എനിക്ക് ഊഹിക്കാനേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ കാര്യമില്ല. സോ ഇതിനി മരുന്നൊക്കെ ഒഴിച്ചെല്ലാം ശരിയാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. വേറെ വഴിയില്ല, വിശ്വസിക്കാനേ പറ്റുള്ളൂ. സോ
സോ വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറയണമെന്നുണ്ടോ? ഇന്ന് മൊത്തത്തിൽ കുറച്ച് കഷ്ടകാലമായിരുന്നു. സോറി, ഇത് എനിക്കൊരു ഡിപ്രസിങ് വീഡിയോ ആയിട്ട് തോന്നുന്നു. അപ്പോൾ ഡിപ്രസിങ് വീഡിയോ തന്നെ, വേറെ വഴിയില്ല. എനിക്ക് ഇന്നത്തെ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് പറയുന്നത്. സമയം 8:54 കുറച്ച് നേരത്തെ വീട്ടിൽ പോകാനുള്ളതായിരുന്നു. എനിക്ക് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും സ്വന്തമായിട്ട് വീടില്ല, റെൻറ്റിനാണ് ഞാൻ ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു വീട്. വീട്ടിൽ ഒരാൾ വിറ്റിട്ട് അന്ന് മുതൽ വാടകയ്ക്ക് തന്നെയാണ്. ഒരു കഷ്ടകാലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറേ നാളായി, കൊച്ചുനാൾ തൊട്ടേ ഉണ്ടായിരുന്നു ഈ കഷ്ടകാലം. എന്ത് ചെയ്താലും ഒരു എരണ ഇല്ലാത്തതാണ്. അപ്പം നമുക്ക് ഇത്രയൊക്കെ തന്നെ. ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ സർജറി കഴിഞ്ഞു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു കേട്ടോ. ജസ്റ്റ് ഒന്ന് വീണ്ടും ചെക്കപ്പിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഒരാഴ്ച ഈ ഇയർ ഡ്രോപ്പ് ഒഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ് എന്തായാലും. എൻ്റെ ഇയർ ഡ്രംസൊക്കെ കാണിച്ചത്, ഞാൻ വിചാരിച്ച് ഇയർ ഡ്രംസിലും ഇൻഫെക്ഷൻ അടിച്ച കണക്കാണ് ഇരിക്കുന്നത്. നോർമലാണെന്നാണ് പറഞ്ഞത്. സോ വീഡിയോയുടെ ലെങ്ത് കൂടുന്നില്ലെന്ന് വിശ്വസിക്കുന്നു. എന്ത് പറയണമെന്ന് അറിയത്തില്ല. മൊത്തത്തിൽ ഒരു കഷ്ടകാലമായിരുന്നു. സോ പറയാനൊരു മൂഡുമില്ല. പിന്നെ ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് ഇട്ടേക്കാന്ന് വിചാരിച്ചു. സോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ. വേറെ ഒന്നും ഞാൻ മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ എന്തൊക്കെ മറക്കുന്നു, എന്തോ പറയാനുണ്ടായിരുന്നു. ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞു, സർജറിയുടെ കാര്യം പറഞ്ഞു. ഇത്രയൊക്കെ തന്നെ. പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് വണ്ടികളുടെ റിവ്യൂ ഇടാൻ നോക്കുന്നുണ്ട്. അത് എക്സ്പ്രസ് 210 ഈ ഇടയ്ക്ക് എനിക്ക് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഷോറൂമിൽ. അതിനെക്കുറിച്ച് ഒരു റിവ്യൂ ഇടാൻ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പറയൂ, ഞാൻ പെട്ടെന്ന് ഇടാൻ നോക്കാം. ആ വണ്ടി ഇപ്പോൾ ഇവിടെ ഇല്ലെന്നാണ് പറഞ്ഞത്. വരുമ്പോൾ അതിനെ വിളിക്കാമെന്ന് പറഞ്ഞു. സോ അതിൻ്റെ ടെസ്റ്റ് റൈഡൊന്നും അടിച്ചിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഇട്ടേക്കാം. ഓഫ് റോഡിങ്ങിനൊക്കെ ഒരു സെപ്പറേറ്റ് റിവ്യൂ ആയിട്ട് ഇട്ടേക്കാം. സോ അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിരുന്നാൽ മതി. പിന്നെ എൻ്റെ വണ്ടിക്ക് ഞാൻ ഇൻഷുറൻസ് പുതുക്കിയിട്ടുണ്ട്. ഇന്ന് ഓഗസ്റ്റ് ആണ്. സെപ്റ്റംബർ 5 ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ കറണ്ട് ഇൻഷുറൻസ് എക്സ്പയർ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ വണ്ടിയുടെ പൊല്യൂഷൻ ടെസ്റ്റ് എടുത്തില്ല കേട്ടോ. അടുത്ത മാസം 5-ാം തീയതിക്ക് മുമ്പ് എടുത്താൽ മതി. എക്സ്പയർ ആയിട്ടില്ല. അടുത്ത മാസം 5-ാം തീയതിക്ക് മുമ്പ് എടുത്താലേ പണി കിട്ടാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ പോലീസ് എടുത്താൽ പണി കിട്ടും. സോ ഇൻഷുറൻസ് എനിക്ക് 1800 സംതിങ് രൂപയായി. റൈഡറിനും വണ്ടിക്കും ചേർത്താണ് 1808 രൂപ ആവുന്നത്. 808 രൂപ. സോ ഡെത്ത് ക്ലെയിം ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്നാലും നേരത്തെ രീതിയിൽ ഞാൻ അങ്ങ് എടുത്തു. വല്ല ഉപകാരം ഉണ്ടാകണമെങ്കിൽ ഞാൻ ഉണ്ടാവും. സോ ഇനി അടുത്ത പൊല്യൂഷൻ ടെസ്റ്റ് 100 രൂപയാണെന്ന് വിശ്വസിക്കുന്നു ഒരു വർഷത്തിൽ. അത് ചേഞ്ച് ആയിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. സോ അത്രയൊക്കെ തന്നെ. ഈ വണ്ടി പിന്നെ സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ ഒട്ടുമുക്കാൽ തവണ ന്യൂട്രലിൽ വീഴുന്നുണ്ട്. സോ അതെനിക്കൊരു ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ തന്നെ. ഒട്ടുമുക്കാൽ പൈസയും ഇങ്ങനെ ഈ മാസം പറന്ന് പോയി. ഇനി അടുത്ത മാസം 10-ാം തീയതിയാണ് അടുത്തത്. സോ അപ്പം ഇത്രയൊക്കെ തന്നെ. ഇനി അടുത്തൊരു റിവ്യൂ വീഡിയോയിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. സോ ബൈ.